അള്ളാഹുവിൻ്റെ ഖുർആൻ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹഫ്സ് വർഷ ഖുർആനുകൾ തമ്മിൽ സൗദിയിലെ ഖുർആനും വർഷ ഖുർആനും തമ്മിലുള്ള ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ നോക്കി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ചേഞ്ച് നോക്കുന്നത് മറ്റൊരു സ്കെലിറ്റൻ ചേഞ്ചാണ്. സ്കെലിറ്റൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഖുർആനിലുള്ള അക്ഷരം മറ്റേ ഖുർആനിലില്ല എന്നുള്ള ആ ഒരു ചേഞ്ചാണ് നമ്മളിപ്പോൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഹഫ്സ് ഖുർആനിലെ വമാലുന്നുസാത്ത, അതായത് കഹഫ്, സൂറത്തുൽ കഹഫിലെ 36-ാമത്തെ അധ്യായം, 36-ാമത്തെ വചനം. വമാലുന്നുസാത്ത ഖായിമത്തൻ വല ഇറുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ എന്ന് പറഞ്ഞിട്ട് ഇതിൽ 36-ാമത്തെ വചനമാണ്. ആ 36-ാമത്തെ വചനത്തിൽ ഒരാൾ പറയാണ്, ഒരിക്കലും ഈ പറയുന്ന ലോകാവസാനം വരുന്നൊന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് വന്നാൽ പോലും എനിക്ക് എൻ്റെ തോട്ടങ്ങളെക്കാൾ ഏറ്റവും ബെറ്റർ ആയതൊക്കെ പടച്ചോൻ തരും. അതായത് അയാൾ അങ്ങനെ കരുതുകയാണ്. ഈ വചനത്തിൽ ഒരാളെ കുറിച്ച് പറയണം. ഇനി ഇവിടെ തന്നെ ഒരു സംഗതി കൂടി ഒപ്പം ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഖൈറൻ മിൻഹാ മുൻഖലബ എന്ന് പറയുന്ന ഭാഗമാണ്, ഖൈറൻ മിൻഹാ മുൻഖലബ എന്ന് പറയുന്ന ഭാഗമാണ് പ്രധാനമായിട്ടും ഞാൻ ഊന്നിപ്പറയാൻ ഉദ്ദേശിച്ച ഭാഗം. ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്തുണ്ട് വദഖല ജന്നതഹു, അതായത് ഹഫ്സ് ഖുർആനിലെ 35-ാമത്തെ ആയത്ത്, വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഈ ഒരു ആയത്ത്. എന്നിട്ട് അതിന് ശേഷമാണ് മറ്റേ ആയത്ത് വരുന്നത് വമാ അളുന്നു സാഅത ഖായിമത്തൻ വല യുറുദിതു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. അതായത് 2 ആയത്തുകളാണ്, 35-ഉം 36-ഉം ആയത്തുകളാണ് പാരായണം ചെയ്തത്. അതിന് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു കാര്യമാണ്. ഇനി നമ്മൾ വർഷ ഖുർആനിലേക്ക് വരാണ്. അപ്പോൾ വർഷ ഖുർആനിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന ആയത്ത് കിടക്കുന്ന 35-ാമത്തെ ആയത്തായിട്ടാണ് കേട്ടോ. ഇതിൽ 34, 35 എന്നുള്ളത് പേജ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ. അപ്പോൾ അതിൽ 34, 35-ാമത്തെ ആയത്ത്, ഈ 35-ാമത്തെ ആയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം പറയാനുള്ളത് 2 ആയത്തുകൾ ഒന്നിച്ച് ചേർത്തതാണ്. അതായത് ഹഫ്സിൽ 2 ആയത്തുകളായി നിൽക്കുന്നത്, വർഷിൽ ഒറ്റ ആയത്താണ്. അപ്പോൾ ഈ വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസം ഇല്ലാതെ നിലനിന്നു എന്ന് പറയുന്ന ആൾക്കാർ പറയേണ്ട ഒരു കാര്യം, ഇവിടെ കുത്തിന് മാറ്റമുണ്ട്. കുത്തെന്ന് പറയുമ്പോൾ 2 ആയത്തായിട്ട് ഒരു സ്ഥലത്തുള്ളത് ഈ ഖുർആനിൽ ഒറ്റ ആയത്താണ്. പോട്ടെ, അവിടെയല്ല മെയിൻ ചേഞ്ചായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത ചേഞ്ച് അതല്ല. ഫോക്കസ് ചെയ്ത ചേഞ്ച് എന്ന് പറയുന്നത് ഖൈറൻ മിൻഹുമാ മുൻഖലബ എന്നവിടെ. ഖൈറൻ മിൻഹുമാ മുൻഖലബ കാണുന്നുണ്ടോന്നറിയില്ല, ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഖൈറൻ മിൻഹുമാ മുൻഖലബയാണ് എന്ന് വെച്ചാൽ ആ 2 തോട്ടങ്ങളെക്കാൾ എനിക്ക് ഉത്തമമായത് പടച്ചോൻ തരും എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അവിടെ അർത്ഥത്തിൽ മാറ്റം വന്നു. ഒന്ന് അവകളേക്കാൾ, അതായത് തോട്ടങ്ങളെക്കാൾ. തോട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആ തോട്ടത്തിന് കുറേ വിശേഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ഈന്തപ്പന കൊണ്ടുള്ള വേലുണ്ട്, നടുവിൽ നെൽവയലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവകളേക്കാളൊക്കെ ഏറ്റവും ഉത്തമമായത് തരും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ 2 തോട്ടങ്ങളിലേക്ക് ആയിട്ടാണെങ്കിലും മിൻഹ എന്നുള്ളത് ഓക്കെയാണ്. അപ്പോൾ അതിനേക്കാൾ ഉത്തമമായത്, അവകളേക്കാൾ ഉത്തമമായത് തരും. ബട്ട് ഈ 2 എണ്ണത്തിലേക്ക് മാത്രം സൂചനയാണെങ്കിൽ അറബിയിൽ പൊതുവെ ഈ ഹുമ എന്നുള്ള പ്രയോഗം, അതായത് അവ 2 എന്നുള്ള പ്രയോഗം വരും. അറബി വരുന്നവർക്കൊക്കെ അറിയാവുന്നൊരു സംഗതിയാണ്. അല്ലെങ്കിൽ അങ്ങനൊരു പ്രാധാന്യം കൊടുക്കില്ലെങ്കിൽ ഒരിക്കലും ഈ ഗ്രാമറൊക്കെ പറയുമ്പോൾ ഫഅല ഫഅല ഫഅലു ഹുവ ഹുമാ ഹും എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഹുവ എന്ന് പറയുമ്പോൾ എന്താണ്, ഏകവചനത്തിൻ്റെ ഇതിലേക്കാണ് ധ്വനിപ്പിക്കുന്നത്. ഹുമാ എന്ന് പറയുമ്പോൾ അത് 2 എണ്ണത്തിലേക്കാണ്. അപ്പോൾ അവിടെ 2 ആൾക്കാരെ ബഹുവചനമായിട്ട് അവിടെ കൂട്ടണില്ല. പിന്നെ ഹും എന്ന് പറയുമ്പോൾ മാത്രമാണ് 3 എണ്ണമായിട്ട്, 3ഓ അതിലധികമോ ആയിട്ട് കൂട്ടണുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രാധാന്യം തന്നെ ഉണ്ട്. എന്നിരിക്കെ ഇവിടെ ആ 2 എണ്ണത്തിലേക്ക് അല്ലാതുള്ള സൂചന എന്ന രീതിയിലും കൂടി 2 എണ്ണം മാത്രമല്ല, അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ തോട്ടത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിനേക്കാളൊക്കെ ഉത്തമമായത് പടച്ചോൻ തരും എന്നായിരിക്കണം മിൻഹ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ മിൻഹുമ വർഷ ഖുർആനിൽ വരുമ്പോഴുള്ള മിൻഹുമ എന്ന പ്രയോഗമാകുമ്പോൾ അവിടെ ഖൈറൻ മിൻഹുമാ മുൻഖലബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 എണ്ണത്തിനേക്കാളും, എന്ന് വെച്ചാൽ 2 തോട്ടങ്ങളെക്കാൾ എന്നർത്ഥമാണ്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് എന്നർത്ഥമായി, ആ 2-നേക്കാൾ ഉത്തമമായത് എന്നുള്ള അർത്ഥമായി മാറി. അപ്പോൾ അവിടെ അർത്ഥത്തിൽ മാറ്റമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന അക്ഷരങ്ങളിലും ഓൾറെഡി ചേഞ്ച് ഉണ്ട്. ഹഫ്സിലില്ലാത്ത മീം വർഷിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഹഫ്സ് ഖുർആനിൽ മീം ഇല്ല, മീം അഥവാ മാ എന്ന അക്ഷരം ഇല്ല. അതേ സ്ഥലത്ത് വർഷിൽ ആ അക്ഷരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു അക്ഷരത്തിൻ്റെ കൂട്ടിച്ചേർക്കൽ, അല്ലെങ്കിൽ ഇത് കൂട്ടിച്ചേർക്കലാണോ ഉണ്ടായത് അതല്ല മിസ്സിംഗ് ആണോ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. ഏതായാലും ആ രീതിയിലുള്ള ഒരു ചേഞ്ച് ഖുർആനുകൾ തമ്മിൽ, ഈ രണ്ട് ഖുർആനുകളും തമ്മിലുണ്ട് എന്നതാണ്